ഈശോയുടെ വലിയ സമാധാനം ഇന്ന് നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നതിന് വേണ്ടി കൊളോസോസ് 1:20 വചനം നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും പിതാവാം ദൈവം ക്രിസ്തുവിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും ക്രിസ്തു ക്രൂശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും ഇൻക്ലൂഡിങ് യു ആൻഡ് മീ, ഓൾ ഓഫ് അസ്, എല്ലാവരെയും പിതാവ് പുത്രനായ യേശുവിലൂടെ തന്നോട് അനുരഞ്ജിപ്പിച്ചു. ഇത് കർത്താവ് കുരിശിൽ ചെയ്ത പ്രവൃത്തിയിലൂടെ ചെയ്തു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ഇത് യേശു എന്താണ് ചെയ്തു കഴിഞ്ഞതെന്ന് വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവ പ്രഘോഷിക്കുമ്പോഴാണ്, ഇത് കേൾക്കുന്ന വ്യക്തികളിലേക്ക് അത് വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് സമാധാനം ഇറങ്ങി വന്ന് നിൽക്കുന്നത്. ഇന്ന് ആ ദിവ്യ സമാധാനം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും നിറയപ്പെടട്ടെ. നിന്റെ ഈ ജീവിതത്തിൽ, നിന്റെ ഈ ലൈഫ് ടൈമിൽ, നിന്റെ ഇറ്റേണിറ്റിക്ക് വേണ്ട വില മുഴുവനും ക്രൂശിൽ കൊടുത്ത കർത്താവ് നൽകുന്ന സമാധാനം വിശ്വാസത്തോടെ നമുക്ക് സ്വീകരിക്കാം. റോമാലേഖനം 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ പിതാവായ ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. എങ്ങനെ നമ്മൾ നീതീകരിക്കപ്പെട്ടത്? യേശുവിന്റെ ക്രൂശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെ അവിടുന്ന് നമ്മളെ സൗജന്യമായി നീതീകരിച്ചിരിക്കുന്നു. സൗജന്യമായി നമുക്ക് രക്ഷ നൽകി പിതാവുമായി റിക്കൺസിൽ ചെയ്തിരിക്കുന്നു. ഇന്ന് വിശ്വസിക്കുന്ന നമ്മളിലേക്ക് ദൈവത്തിന്റെ വലിയ സമാധാനം നിറയുകയാണ്. ഈ സമാധാനമാണ് നമ്മളെ വിശുദ്ധ ജീവിതത്തിൽ വഴി നടത്തുന്നത്. ഗോഡ് ബ്ലസ് യു.